അതിരപ്പള്ളി കല്ലാല എസ്റ്റേറ്റ് ഡിവിഷനിൽ കാട്ടാന ആക്രമണം 8-ാം ബ്ലോക്കിൽ സ്റ്റാഫ് ക്വാർട്ടേഴ്സ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. വാർത്തയുടെ വിശദാംശങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ വന്യമൃഗ ശല്യം ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ആക്രമണത്തിൽ മരണമടക്കം റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് അതിരപ്പള്ളി കല്ലാല എസ്റ്റേറ്റ് ഡിവിഷനിൽ വീണ്ടും കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? അതിരപ്പള്ളിയിലെ കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ അതിരപ്പള്ളിയിൽ ഒരു വശത്ത് മസ്തകത്തിൽ മുറിവേറ്റ ആനയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. എന്നാൽ മറുവശത്ത് നോക്കുകയാണെങ്കിൽ കാട്ടാനയുടെ കടുത്ത ആക്രമണവും ഈ പ്രദേശത്തുള്ളവർ നേരിടുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിൽ കല്ലാല എസ്റ്റേറ്റ് ഡിവിഷനിൽ ആക്രമണം ഉണ്ടായത്. പുലർച്ചെ എത്തിയ കാട്ടാനക്കൂട്ടം 8-ാം ബ്ലോക്കിലെ സ്റ്റാഫ് ക്വാർട്ടേഴ്സിലാണ് തകർത്തത്. കെട്ടിടത്തിന്റെ വാതിലും ഭിത്തിയും ഒക്കെ തകർത്ത് അകത്ത് കടന്ന ആന വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. വീട്ടിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളും അതുപോലെ വാഷിംഗ് മെഷീൻ, അലമാര, വസ്ത്രങ്ങൾ എന്നിവയും ഒക്കെ ആന നശിപ്പിച്ചു. ഈ സമയത്ത് ക്വാർട്ടേഴ്സിൽ ആള് ഉണ്ടായിരുന്നില്ല, ആൾതാമസം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വലിയ അപകടം ഒഴിവായി, ആളപായം ഒഴിവായി. ഒരുപക്ഷെ ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ജീവന് തന്നെ ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായേനെ. പക്ഷേ ഭാഗ്യവശാൽ ക്വാർട്ടേഴ്സിൽ ആൾതാമസം ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇതേ എസ്റ്റേറ്റിൽ തന്നെ ഇന്നലെ കാട്ടാനയുടെ ആക്രമണത്തിൽ പ്രസാദ് എന്ന തൊഴിലാളിക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അദ്ദേഹം ഇപ്പോൾ എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ മേഖലയിൽ നമുക്കറിയാം സ്ഥിരമായി കാട്ടാനകളുടെ ആക്രമണമുള്ള മേഖലയാണ്. വഴിതടയൽ, വാഹനങ്ങൾക്ക് നേരെ ആക്രമണം, ക്വാർട്ടേഴ്സുകൾക്ക് നേരെ ആക്രമണം, ഇതോടൊപ്പം പുലിയുടെ ആക്രമണം ഒക്കെ ഉള്ള ഒരു മേഖലയാണ് അതിരപ്പള്ളി. മലക്കപ്പാറ ഒക്കെ നമുക്കറിയാം. കഴിഞ്ഞ ദിവസം വാൽപ്പാറയിലാണ് ഒരു വിദേശ പൗരൻ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. എന്തായാലും കാട്ടാന ആക്രമണം ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് മസ്തകത്തിൽ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ഉള്ള കാടിറങ്ങി വന്ന ആനയുടെ ഒരു അവസ്ഥ കൂടി നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. അങ്ങനെ ഒരു വശത്ത് അത്തരം ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ മറുവശത്ത് കൂടുതലും ഈ വന്യമൃഗ ആക്രമണം നേടുന്ന ഒരു മേഖല കൂടിയാണ് ഈ അതിരപ്പള്ളി. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഈ കല്ലാല എസ്റ്റേറ്റിലെ ക്വാർട്ടേഴ്സ് തകർത്ത സംഭവം ഇന്ന് പുലർച്ചെ ഉണ്ടായിട്ടുള്ളത്. വിനീഷ്, ഇത്തരത്തിൽ നിരന്തരമായി ഈ അതിരപ്പള്ളി മേഖലയിൽ കാട്ടാന ആക്രമണങ്ങൾ, കാട്ടാന ശല്യങ്ങൾ എല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോഴും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും എന്ത് തരത്തിലുള്ള നടപടികളാണ് ഉണ്ടാവുന്നത്? വനം വകുപ്പിനൊക്കെ ഒരു പരിധിയുണ്ട്. കാരണം ഈ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവുന്ന സംഭവമാണ്. ഈ മേഖലയിൽ നമുക്കറിയാം വലിയ വനമാണ്, ഘോരവനമാണ്. ഈ ചാലക്കുടിയിൽ നിന്ന് അങ്ങോട്ട് മലക്കപ്പാറ വരെ പോകുന്ന പ്രദേശം എല്ലാം ഈ ചാലക്കുടി പുഴ കടന്നാണ് ഇത്തരത്തിൽ വന്യമൃഗങ്ങൾ ഈ ജനവാസ മേഖലയിലേക്കും എസ്റ്റേറ്റ് മേഖലയിലേക്കും ഒക്കെ എത്തുന്നത്. ഇതിന് പരിഹാരം കാലങ്ങളായി ഇവിടുത്തെ ആളുകൾ ഒക്കെ പറയുന്നത് കൃത്യമായ ഫെൻസിങ്ങും അതുപോലെ ട്രഞ്ച് ഒക്കെ വേണമെന്നാണ്. പക്ഷെ അതിനെല്ലാം ഒരു ശാശ്വത പരിഹാരം സർക്കാർ തലത്തിൽ മാത്രമേ എടുക്കാൻ ആവുകയുള്ളൂ. വലിയ ചെലവുള്ള ഒരു കാര്യം കൂടിയാണ് ഈ ട്രഞ്ചിങ്ങും അതുപോലെ ഫെൻസിങ്ങും. വൈദ്യുത വേലി നിർമ്മാണവും എല്ലാം വലിയ നീളത്തിൽ, വലിയ കിലോമീറ്ററോളം നീളത്തിൽ തന്നെ ഈ വൈദ്യുത വേലിയൊക്കെ സ്ഥാപിക്കേണ്ടതുണ്ട്. അതെല്ലാം സർക്കാർ തലത്തിലും വനംവകുപ്പ് സർക്കാർ ഇടപെടൽ മൂലമൊക്കെ സാധ്യമാകും. ഇത് തൃശ്ശൂര് ഈ അതിരപ്പള്ളി മേഖലയിൽ മാത്രമല്ല, നമുക്കറിയാം പാലപ്പള്ളി, വടക്കാഞ്ചേരി, അകമല ഒക്കെ ഈ ഇതേ സമാന അവസ്ഥകളുള്ള മേഖലയാണ്. ഇവിടെ എല്ലാം ഈ കാട്ടാനകളുടെ ആക്രമണം ഉള്ളതാണ്. ഇവിടെയെല്ലാം ആളുകൾ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കൃത്യമായി വൈദ്യുത വേലി സ്ഥാപിക്കണം. വൈദ്യുത വേലി സ്ഥാപിച്ചാൽ മാത്രമേ ഇത്തരത്തിൽ കാട്ടാനകൾ കാടിൽ നിന്നും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരു പ്രവൃത്തി തടയാനൊക്കെ പറ്റൂ. പക്ഷെ അതിന്റെ നടപടികളൊന്നും അവസാന ഘട്ടത്തിലൊന്നും ആയിട്ടില്ല. പല സ്ഥലത്തും അല്പദൂരം വൈദ്യുത വേലി സ്ഥാപിച്ചു, പിന്നീട് അത് അങ്ങനെ നിന്നു. എന്തായാലും അതൊക്കെ സർക്കാർ തലത്തിൽ എടുക്കേണ്ട തീരുമാനം. എന്തായാലും വനംവകുപ്പിന് കഴിയാവുന്ന കാര്യങ്ങളെല്ലാം വനംവകുപ്പ് ചെയ്യുന്നുണ്ട്. ആന എത്തുമ്പോൾ തുരത്താനുള്ള നടപടികളെല്ലാം വനംവകുപ്പ് കൃത്യമായി ചെയ്യുന്നുണ്ട്. ആളുകൾ വിവരം അറിയിക്കുന്നതനുസരിച്ച് വനംവകുപ്പ് എത്തി പടക്കം പൊട്ടിച്ചും അല്ലെങ്കിൽ മറ്റ് ശബ്ദമുണ്ടാക്കിയും ഒക്കെ ആനകളെ തുരത്തി വിടുകയാണ്. പക്ഷെ വീണ്ടും അടുത്ത ദിവസം ആനകൾ സമാന രീതിയിൽ വന്ന് കാടിറങ്ങി വന്ന് ആക്രമണം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യമൊക്കെയാണ് ഈ മേഖലയിൽ ഉള്ളത്. ശരി.